ഗംഗയൊക്കെ ചെയ്യുമ്പോൾ ഗംഗയുടെ ബീജിങ് ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് ആ ബീജിയം വന്നിട്ട് അത്രയ്ക്ക് ഒരു തണ്ടിയും. രവിയേട്ടൻ പോയതിന് ശേഷം 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പോയിരുന്നു, ഗംഗയിൽ പോയിരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഗംഗയുടെ മെയിനായിട്ടുള്ള സ്ഥലമുണ്ട്, മെയിനുണ്ട് ഒഴുക്ക്, കുത്തി ഒഴുക്ക്. അതായത് എല്ലാം അടിച്ചെടുത്ത് പഠിച്ച് ആൾക്കാരെ അങ്ങോട്ട് കയറ്റില്ല, എല്ലാം പട്ടാളക്ക് പോലീസുകാരൊക്കെ തടുത്ത് വേലി ഇതൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അവിടെ എല്ലാം കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലമല്ല. അതായത് ഗംഗ ഇങ്ങനെ എല്ലാത്തിനും അടിച്ച് പൊടിച്ച് ഇങ്ങനെ വരികയാണ്, മണൽത്തിരി ആയിക്കൊണ്ട് വരികയാണ് പറയുന്നത്. അത്രയ്ക്ക് ഉഗ്രമാണ്. ആ ബീജം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇളകി മറിഞ്ഞ് എനിക്ക് കരച്ചിൽ വന്നിട്ട് പോയി അവിടെ വന്നിട്ട്. ഞാൻ നന്നായിട്ട് കരഞ്ഞുകൊണ്ട് എന്നിട്ട് ഇത് എങ്ങനെ ചെയ്ത് രവിയേട്ടൻ? രവിയേട്ടൻ്റെ പാട്ടിന് ഗംഗ ഒഴുകാണോ ഇല്ല ഗംഗയ്ക്ക് ഒരു പാട്ട് ചെയ്താണോ അറിയില്ല, അതേപോലെയാണ്. ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു ഫീലായിരുന്നു അപ്പോൾ. എന്നിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ പറയില്ല, ചില സീൻസ് കാണുമ്പോൾ നമുക്ക് ഒരു ടെംപ്റ്റേഷൻ വരില്ലേ, എടുത്തിടാൻ തോന്നും. അതേപോലത്തെ ഒരു ടെംപ്റ്റേഷൻ ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് വിടുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു സ്വാമിയുടെ കൂടിയാണ് പോയത്. എല്ലാവരും കയറി പോയിട്ട് ഞാനവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറേ നേരം ഈ ഭ്രമ വരുന്ന പോലെ ഇരിക്കും, തലയ്ക്ക് ഇങ്ങനെ ആ മറിഞ്ഞ് വരികയാണ്, ഇളകി മറിഞ്ഞ്. ഗംഗയുടെ അത് കാണുമ്പോൾ മനസ്സിലാകും.